ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ വീഡിയോ ഉണ്ടല്ലോ, റിച്ചുട്ടൻ ജനിച്ച സമയത്തുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഇന്നലെ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തൊരു ഫീലാണ്. പെട്ടെന്ന് 1 വർഷം കഴിഞ്ഞു, അവന് പല്ല് വന്നു, അവൻ എണീച്ച് നിൽക്കാൻ തുടങ്ങി, അമ്മ അച്ഛ എന്നൊക്കെ പറയാൻ തുടങ്ങി എന്നൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഇത്ര പെട്ടെന്നാണ് അവൻ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ്. മഴ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പാലക്കാടൻ ചൂട് അത് പിന്നെ എടുത്ത് പറയട്ടതില്ലല്ലോ. അപ്പോൾ ഈ ചൂടും അവൻ്റെ ആ ഡ്രസ്സ് അവൻ ഇട്ടപ്പോൾ തൊട്ട് തന്നെ ഭയങ്കര ഒരു ഇറിറ്റേഷനായിരുന്നു. അപ്പോൾ കരഞ്ഞ് കൊളാക്കുന്നായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അവൻ കരഞ്ഞില്ല. എല്ലാവരെയും കൂടെ ആ ഒരു കണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്, അവനെന്തെങ്കിലും അവനോട് റോളുണ്ടോ അല്ലെങ്കിൽ ഇതെന്തെങ്കിലും വായിലിടാൻ കിട്ടുമോ എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് അവൻ കരയാതെ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കേക്ക് കട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് അവൻ്റെ ഡെയിലി ലൈഫിൽ അവൻ ഉറങ്ങുന്ന സമയം. ആ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയിട്ടാണ് ഈ കേക്ക് മുറിക്കാൻ കൊണ്ട് നിൽക്കുന്നത്. അതിൻ്റെ ആ കൂട്ടുവായാണ് കാണുന്നത്. എല്ലാം പെട്ടെന്നുള്ള പ്ലാനിങ്ങും ഒരു ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ എനിക്ക് അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ സൈഡിൽ നിന്ന് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തേ ഉണ്ടായിരുന്നുള്ളൂ. ബിക്കോസ് അവൻ്റെ ബർത്ത്ഡേയും എൻ്റെ വെഡ്ഡിങ്ങും തമ്മിൽ വെറും 10 ദിവസത്തെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ നമ്മളൊരു സർപ്രൈസും കൂടെ ബർത്ത്ഡേയിൽ പ്ലാൻ ചെയ്തിരുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊച്ചിന്റെ അമ്മയൊന്ന് ട്രീറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ്. സോ ഫസ്റ്റ് ഏട്ടത്തിക്കാണ് ട്രീറ്റ്. എത്ര പേർക്ക് ഇതൊക്കെ ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ എല്ലാവരുടെയും ലൈഫ് ഹാബിറ്റ് വെച്ചിട്ട് പ്രഗ്നൻ്റ് ആയപ്പോൾ മുതലുള്ള റെസ്റ്റാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും മാസം റെസ്റ്റ് എടുത്ത് ഡെലിവറി കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ ആ കുഞ്ഞിനെ നോക്കി ഒന്ന് വളർന്ന് ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് എണ്ണീറ്റ് നിന്ന് പല്ല് വളരുന്ന വരെയെങ്കിലും ഒരമ്മ കൂടെ ഉണ്ടാവുമല്ലോ. അത്രയും ടൈം ജോലിക്ക് പോകുന്നൊരു ലേഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇയേഴ്സ് സാക്രിഫൈസ് ചെയ്ത് പിന്നെ ആണല്ലോ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ലേഡീനെയല്ലേ നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത്. ആ കേക്ക് കട്ടിങ്ങിനേക്കാളും വലുതായിട്ട് ഞങ്ങൾക്ക് അതാണ് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ചെറിയൊരു കിരീടെങ്കിലും ഇടത്തേക്ക് ഇരിക്കട്ടെ എന്നുള്ളൊരു പ്ലാനിൽ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ പ്ലാനിലെ മെയിൻ ഒരു ഹൈലൈറ്റാണ് ഈ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് അവർ 3 പേരും അവരുടെ ആ ലോകം, അച്ഛൻ അമ്മ കുട്ടി, അത്രയും പേര് മതി, എല്ലാവരും കൂടെ കയറി അത് കൊളാക്കരുത് എന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരെയും അടുപ്പിച്ചില്ല. നല്ല ഫോട്ടോസിനും നല്ല വീഡിയോസിനും വേണ്ടിയിട്ട് ഞങ്ങളത് മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തിരുന്നു. അതിൽ ഞങ്ങൾ എന്ന് പറയുന്നത് ഞാനാണ് ആരെയും സമ്മതിക്കാതിരുന്നത്, ഞാനാണ് ഒന്നിനും സമ്മതിക്കാതിരുന്നത്, ഞാനാണ് എല്ലാവരുടെയും ഇടിമി. ബിക്കോസ് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിൽ പല സിറ്റുവേഷൻസിലും ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഒന്ന് അവരോട് നോ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് ചിന്തിക്കുന്ന കുറേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ലൈഫിലെങ്കിലും അങ്ങനെയൊന്നും സംഭവിക്കരുത് എന്നുള്ളൊരു വാശി കൊണ്ടാണ് ആരെയും ഞാൻ സമ്മതിക്കാതിരുന്നത്. ആ ഒരു നന്ദി എന്നോട് എപ്പോഴും ഉണ്ടാവണം എന്നുള്ളത് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് കുറച്ച് വീഡിയോസ് അവിടെ നിന്നൊക്കെ ഷൂട്ട് ചെയ്യാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി ഫോട്ടോസായിട്ട് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ നിന്നില്ല. ഒരു ഫാമിലി ഫോട്ടോ കൂടെ വെക്കാമല്ലേ. ശരി, എന്താ റിച്ചുട്ടൻ്റെ ഫോട്ടോ കൂടെ വെക്കാം.